നമ്മുടെ ചാനലിലെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളുടെ ഇന്നത്തെ വീഡിയോയിൽ ഇന്ന് പോക്കോ ഒരു പുതിയ ഫോൺ കൂടി അവതരിപ്പിച്ചു, അതായത് പോക്കോ C3. അപ്പോൾ നമ്മളുടെ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഈ ഫോൺ, അതായത് പോക്കോ C3യുടെ ഒരു കംപ്ലീറ്റ് റിവ്യൂ, ഒരു കമ്പാരിസണുമാണ് നമ്മളുടെ ഇന്നത്തെ വീഡിയോയിലൂടെ ചെയ്യുന്നത്. അതിന് മുമ്പായിട്ട് ഒരു കാര്യം പറയാൻ ആഗ്രഹിക്കുന്നു. അതായത് ഈ പോക്കോ C3 എന്നത് ഒരു റീബ്രാൻഡഡ് ഫോൺ തന്നെയാണ്. റെഡ്മി നേരത്തെ റെഡ്മി 9C എന്ന പേരിൽ ഗ്ലോബലി ഒരു പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്തു. അപ്പോൾ ആ ഫോണിന്റെ ഒരു റീബ്രാൻഡ് വേർഷനാണ് ഈ പോക്കോ C3യിലൂടെ ഇന്ത്യയിൽ അവതരിപ്പിച്ചത്. അപ്പൊ നമുക്ക് നമ്മളുടെ ഇന്നത്തെ വീഡിയോയിൽ ഈ പോക്കോ C3 അവതരിപ്പിക്കപ്പെട്ട 10,000 രൂപ പ്രൈസ് റേഞ്ചിൽ ഈ ഫോൺ ഒരു നല്ല ചോയ്സ് ആണോ, അതായത് ഈ ഫോൺ ഈ 10,000 രൂപ പ്രൈസ് റേഞ്ചിൽ ഒരാൾ എടുത്തു കഴിഞ്ഞാൽ അത് അയാൾക്ക് നഷ്ടമാകുമോ നേട്ടമാകുമോ, അപ്പൊ ഇതെല്ലാം നമ്മളുടെ ഇന്നത്തെ വീഡിയോയിൽ പറയുന്നതായിരിക്കും. അപ്പൊ അതിനായിട്ട് നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് നിങ്ങൾ ഇതുവരെയായിട്ടും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാവുന്നതാണ്. സബ്സ്ക്രൈബ് ചെയ്യുമ്പോഴാ ബെല്ലൈക്കൻ കൂടി എനേബിൾ ചെയ്ത് വെക്കുക. അപ്പൊ നമുക്ക് ഇനി നേരെ വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ നമുക്ക് ഈ പോക്കോ C3യുടെ സ്പെസിഫിക്കേഷനെ പറ്റി പറയുകയാണെങ്കിൽ ഇതിന്റെ ഡിസ്പ്ലേ എന്നത് 6.53 ഇഞ്ചിന്റെ ഒരു HD+ IPS LCD ഡിസ്പ്ലേ ആണ് നമുക്ക് ഈ പോക്കോ C3 ലഭിക്കുന്നത്. നമുക്ക് ഫുൾ HD ഒന്നും ലഭിക്കുന്നില്ല. ഇനി ഇതിന്റെ ആസ്പെക്ട് റേഷ്യോ എന്ന് പറയുന്നത് 20:9 ആണ്. ഇനി ഇതിന്റെ റിയർ സൈഡിൽ നമുക്ക് പ്ലാസ്റ്റിക്കിന്റെ ബിൽഡ് ക്വാളിറ്റിയാണ് ലഭിക്കുന്നത്. ഫ്രണ്ടിൽ നമുക്ക് പ്രൊട്ടക്ഷൻ ലഭിക്കുന്നുണ്ട്. അപ്പോൾ ആ പ്രൈസ് റേഞ്ചിൽ സാധാരണ കണ്ടുവരുന്ന നമുക്കൊരു നല്ല ഡിസ്പ്ലേ സെറ്റപ്പാണ് നമുക്ക് ഈ പോക്കോ C3യിൽ നമുക്ക് ലഭിക്കുന്നത്. ഈ പോക്കോ C3യുടെ പെർഫോമൻസ് ഡിപ്പാർട്ട്മെന്റിന്റെ കാര്യം എടുക്കുകയാണെങ്കിൽ ഇതിലെ പ്രൊസസർ എന്നത് മീഡിയടെക്കിന്റെ ഹീലിയോ G35 ആണ്. ഈ മീഡിയടെക് G35 ആയതുകൊണ്ട് തന്നെ നമുക്ക് ഈ ഫോണിൽ ഡെയിലി ലൈഫിൽ സാധാരണ ഉണ്ടാകുന്ന പ്രശ്നങ്ങളൊന്നും ഉണ്ടാക്കാൻ സാധ്യതയില്ല. നമുക്കൊരു നോർമൽ യൂസറിന് യാതൊരുവിധ ഇഷ്യൂസും നമുക്ക് ഈ പോക്കോ C3 ലഭിക്കുന്നില്ല. അതോടൊപ്പം നമുക്കൊരു അത്യാവശ്യം ഗെയിമിംഗ് ഒക്കെ ഈ ഫോൺ സപ്പോർട്ടും ചെയ്യുന്നുണ്ട്. ഇനി നമുക്ക് ഈ ഫോണിൽ LPDDR4X റാമും കാര്യങ്ങളും ലഭിക്കുന്നുണ്ട്. ഇതിൽ നമുക്ക് പോക്കോയുടെ ക്ലീൻ എക്സ്പീരിയൻസ് ആണ് അവർ അവകാശപ്പെടുന്നത്. അതായത് ഇതിൽ നമുക്ക് ആഡ്സും ബ്ലോട്ട്വെയർ ഒന്നും കാണുന്നില്ല. ഇനി ഇതിലെ സോഫ്റ്റ്വെയർ വേർഷൻ എന്ന് പറയുന്നത് MIUI 12 ആണ്. അതെന്ന് പറയുന്നത് Android 10 ബേസ്ഡുമാണ്. അപ്പോൾ ഈ പെർഫോമൻസ് ഡിപ്പാർട്ട്മെന്റിന്റെ കാര്യത്തിൽ ഈ പോക്കോ C3യിൽ നമുക്ക് കാര്യമായ ഇഷ്യൂസ് ഒന്നും പറയാൻ സാധിക്കുന്നില്ല. അതായത് ആ പ്രൈസ് റേഞ്ച് നമുക്ക് കിട്ടാവുന്നതിലും വെച്ച് ഒരു നല്ല പെർഫോമൻസ് ഈ പോക്കോ C3 നമുക്ക് വാഗ്ദാനം ചെയ്യുന്നുണ്ട്. ഈ പോക്കോ C3യുടെ ക്യാമറ ഡിപ്പാർട്ട്മെന്റിന്റെ കാര്യം എടുക്കുകയാണെങ്കിൽ ഇതിൽ നമുക്ക് റിയർ സൈഡിൽ ട്രിപ്പിൾ ക്യാമറ സെറ്റപ്പ് ആണ് ലഭിക്കുന്നത്. 13 മെഗാ പിക്സലിന്റെ മെയിൻ ക്യാമറയ്ക്ക് പുറമെ നമുക്കൊരു 2 മെഗാ പിക്സൽ ഡെപ്ത് സെൻസറും 2 മെഗാ പിക്സലിന്റെ മാക്രോ സെൻസറും നമുക്ക് റിയർ സൈഡിൽ ട്രിപ്പിൾ ക്യാമറയിൽ ലഭിക്കുന്നുണ്ട്. അപ്പോൾ ഒരു നല്ല ക്യാമറ സെറ്റപ്പാണ് നമുക്ക് റിയർ സൈഡിൽ ഈ പോക്കോ C3 ലഭിക്കുന്നത്. ഇനി ഫ്രണ്ട് ക്യാമറയുടെ കാര്യം എടുക്കുകയാണെങ്കിൽ നമുക്കൊരു 5 മെഗാ പിക്സലിന്റെ സെൽഫി ക്യാമറയും നമുക്ക് ഈ പോക്കോ C3 ലഭിക്കുന്നുണ്ട്. അപ്പോൾ ഒരു നല്ല ക്യാമറ സെറ്റപ്പാണ് നമുക്ക് ഈ പോക്കോ C3യിൽ ആ പ്രൈസ് റേഞ്ചിൽ ലഭിക്കുന്നത്. ഇനി ഈ ഫോണിന്റെ ബാറ്ററിയുടെ കാര്യം എടുക്കുകയാണെങ്കിൽ ഇതിൽ നമുക്ക് 5000 mAh ഒരു വലിയ ബാറ്ററിയാണ് നമുക്ക് ലഭിക്കുന്നത്. അതോടൊപ്പം ഒരു നോർമൽ യൂസ് ആണെങ്കിലും അല്ലെങ്കിൽ അല്പം അഗ്രസീവ് യൂസ് ഉള്ള ഒരാൾക്കാണെങ്കിൽ പോലും നമുക്കൊരു 1.5-2 ദിവസത്തേക്ക് നമുക്ക് നല്ല ബാറ്ററി ബാക്കപ്പ് തരുന്ന ഒരു ബാറ്ററി ലൈഫാണ് നമുക്ക് ഈ പോക്കോ C3യിൽ ലഭിക്കുന്നത്. അതോടൊപ്പം നമുക്ക് ഇതില് 10 വാട്ടിന്റെ ഒരു ചാർജറുമാണ് നമുക്ക് ഈ ബോക്സിൽ പോക്കോ C3യിൽ ലഭിക്കുന്നത്. ഇനി നമുക്ക് ഈ ഫോണിൽ ട്രിപ്പിൾ കാർഡ് സ്ലോട്ടും കാര്യങ്ങൾ ലഭിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് 2 സിമ്മിന് പുറമെ ഒരു SD കാർഡും ഇട്ട് നമുക്ക് സുഖമായിട്ട് ഉപയോഗിക്കാൻ സാധിക്കുന്നതാണ്. ഇനി നമുക്ക് ഇതിൽ ഫേസ് അൺലോക്കും സ്ക്രീൻ മിററിംഗ് തുടങ്ങിയ ഫീച്ചറുകളൊക്കെ നമുക്ക് ഈ ഫോണിൽ ലഭിക്കുന്നുണ്ട്. ഇനി ഈ ഫോണിന്റെ പ്രൈസിലേക്ക് വരികയാണെങ്കിൽ ഇതിൽ നമുക്ക് 2 വേരിയന്റാണ് ലഭിക്കുന്നത്. അതായത് 3GB 32GB എന്ന ബേസ് വേരിയന്റും അതോടൊപ്പം 4GB 64GB എന്നൊരു കൂടിയ വേരിയന്റ് നമുക്ക് ലഭിക്കുന്നുണ്ട്. അപ്പൊ ഇതിൽ 3GB 32GB എന്ന ബേസ് വേരിയന്റിന്റെ പ്രൈസ് എടുക്കുകയാണെങ്കിൽ ഇതിന് നമുക്ക് 7499 രൂപയാണ് ഉള്ളത്. അതോടൊപ്പം നമുക്ക് ഇതിൽ കൂടിയ വേരിയന്റ് ആയ 4GB 64GB പ്രൈസ് എന്ന് പറയുന്നത് 8999 രൂപ. അപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം ഈ 8000 രൂപ പ്രൈസ് റേഞ്ചിൽ നമുക്ക് കിട്ടാവുന്നതിലും വെച്ച് ഏറ്റവും നല്ല സ്പെസിഫിക്കേഷനും ഏറ്റവും നല്ല ഫീച്ചറും എല്ലാം അടങ്ങിയ ഒരു നല്ല ബാലൻസ്ഡ് ആയിട്ടുള്ള ഒരു ഓൾറൗണ്ടർ ഫോൺ തന്നെയാണ് ഈ പോക്കോ C3. അതായത് നമുക്ക് ആ 8000 രൂപ പ്രൈസ് റേഞ്ചിൽ നമുക്ക് കിട്ടാവുന്നതിലും വെച്ച് ഏറ്റവും നല്ല ഓപ്ഷൻ തന്നെയാണ് ഈ പോക്കോ C3. അതുകൊണ്ട് തന്നെ ആ പ്രൈസ് റേഞ്ചിൽ ഈ ഒരു ഫോൺ എടുത്തു കഴിഞ്ഞാൽ ആരും നിരാശപ്പെടേണ്ടി വരത്തില്ല. കാരണം ആ പ്രൈസ് റേഞ്ചിലെ ബെസ്റ്റ് തന്നെ എന്ന് നമുക്ക് പറയാൻ സാധിക്കും. നിങ്ങളിൽ പലർക്കും ഉണ്ടാകാൻ സാധ്യതയുള്ള ഒരു സംശയമാണ്, എന്തുകൊണ്ട് പോക്കോ ഇങ്ങനെ റീബ്രാൻഡ് ചെയ്ത ഫോണുകൾ ഇറക്കുന്നു? കാരണം അവർ അവതരിപ്പിച്ച ഭൂരിഭാഗം ഫോണുകളിൽ ഏറെയും റീബ്രാൻഡ് ചെയ്ത പ്രോഡക്റ്റുകൾ തന്നെയാണ്. അപ്പോൾ ഇതിനുള്ള കാരണം എന്താണ്? ഇത് നിങ്ങൾക്ക് അറിയാൻ ആഗ്രഹമുണ്ടെങ്കിൽ ഇതിനായിട്ട് ഒരു വീഡിയോ നമ്മുടെ ചാനൽ ചെയ്തിട്ടുള്ളതാണ്. അതിന് നിങ്ങൾ ഇതുവരെയായിട്ടും കണ്ടിട്ടില്ലെങ്കിൽ അതിന്റെ ലിങ്ക് ഞാൻ ഇവിടെ കൊടുക്കുന്നതായിരിക്കും, നിങ്ങൾക്ക് അത് കാണാവുന്നതാണ്. അപ്പോൾ ഇതാണ് നമ്മളുടെ ഇന്നത്തെ വീഡിയോ. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായും ഈ വീഡിയോ ലൈക്ക് ചെയ്യാവുന്നതാണ്. അതോടൊപ്പം
അപ്പോൾ നിങ്ങളുടെ അഭിപ്രായം എന്തുവാണെങ്കിലും നിങ്ങൾക്ക് അത് കമന്റ് ബോക്സ് വരെ എന്നെ അറിയിക്കാവുന്നതാണ്. അതായത് ഈ ഫോൺ ഈ പ്രൈസ് റേഞ്ച് ഒരു നല്ല ഓപ്ഷൻ തന്നെയാണോ, അത് നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് അത് കമന്റ് ബോക്സ് വരെ അറിയിക്കാവുന്നതാണ്. അപ്പോൾ പുതിയൊരു വീഡിയോ വരുന്നതും വരെ ബൈ.